ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. പാപത്തിന്റെ ശിക്ഷയായ നരകത്തിൽ നിന്നും മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ വേണ്ടി മനുഷ്യനായി മണ്ണിൽ പിറന്ന് മരക്കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ഇന്നും ജീവിക്കുന്ന രാജാതിരാജാവും കർത്താതികർത്താവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ സ്നേഹ വന്ദനങ്ങൾ. സോഷ്യൽ മീഡിയയിൽ പഴയതുപോലെ ക്രൈസ്തവ വിശ്വാസത്തെ ആക്രമിക്കുന്ന ജിഹാദികൾ ഇന്ന് സജീവമല്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ജിഹാദികളുടെ കുറവ് നികത്താൻ വേണ്ടിയെന്നോണം ഇപ്പോൾ ക്രൈസ്തവ വിശ്വാസത്തെ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കാൻ നടക്കുന്നത് സംഘപരിവാറിന്റെ അടിമക്കുഞ്ഞുങ്ങളാണ്. മുൻപൊക്കെ ഞങ്ങളുടെ മുന്നിൽ നിൽക്കാൻ ധൈര്യപ്പെടാതിരുന്ന ഈ അടിമക്കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഞങ്ങളെ ടാഗ് ചെയ്ത് വിളിച്ചിട്ടാണ് ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇടുന്നത്. കുറെ നാളായി അത് കണ്ടില്ല എന്ന് വെച്ച് ഞങ്ങളത് അവഗണിച്ചു വിടുന്നു. ഞങ്ങൾക്ക് ഉത്തരമില്ലാത്തത് കൊണ്ടാണ് അവർ ടാഗ് ചെയ്ത് വിളിച്ചിട്ടും ഞങ്ങൾ അവിടെ ചെന്ന് മറുപടി പറയാത്തതെന്ന് സംഖ്യ കുഞ്ഞുങ്ങൾ വിചാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം കുറച്ച് ദിവസങ്ങളായി എന്നെയോ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള സഹോദരന്മാർ, ട്രൂത്ത് ഫൈറ്റേഴ്സിലെ സഹോദരന്മാരെയൊക്കെ ടാഗ് ചെയ്തുകൊണ്ടുള്ള സംഖ്യ പോസ്റ്റുകളുടെ കുത്തൊഴുക്കാണ് ഫേസ്ബുക്കിൽ കാണുന്നത്. അവരുടെ പോസ്റ്റുകളിൽ പോയി മറുപടി പറയുന്നതിനേക്കാൾ നല്ലത് ആ മറുപടികൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഫേസ്ബുക്കിൽ ഇടുന്ന സാധനം കുറച്ച് നാളത്തേക്ക് അത് ഉണ്ടാകും, പിന്നെ അത് താഴേക്ക് പോകും. പുതിയ പുതിയ പോസ്റ്റുകളൊക്കെ വരുമ്പോൾ ഇത് താഴേക്ക് പോകും. ആൾക്കാരെ പരിശോധിച്ച് താഴോട്ട് എന്ന് നോക്കണമെന്നൊന്നുമില്ലല്ലോ. എന്നാൽ വീഡിയോ ആയിട്ട് ചെയ്യണമെങ്കിൽ അത് അങ്ങനെയല്ല, ഒരു റെഫറൻസ് ആയിട്ട് അവിടെ തന്നെ കിടന്നോളും. അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. സംഘപരിവാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്കെതിരെ വിഷം ചീറ്റുന്നത് സംഘി കുഞ്ഞുങ്ങളുടെ സ്ഥിരം ശീലമാണ്. വാട്സാപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും യൂട്യൂബ് വഴിയും അവരത് നിർബാധം ചെയ്തു വരുന്നുമുണ്ട്. മദ്രസ പൊട്ടന്മാരെ പോലെ തന്നെ തലച്ചോറിന്റെ ഉപയോഗം ഒട്ടുമില്ലാത്ത കൂട്ടരായതുകൊണ്ട് ഈ സംഖ്യ അടിമ കുഞ്ഞുങ്ങളെ അവരുടെ നേതാക്കന്മാർക്ക് തങ്ങളുടെ താളത്തിനൊത്ത് തുള്ളിപ്പിക്കാൻ സാധിക്കും. മദ്രസ പൊട്ടന്മാർ ഖുർആനും ഹദീസും അർത്ഥമറിഞ്ഞ് വായിച്ച് മനസ്സിലാക്കിയിട്ടില്ലാത്തതുപോലെ തന്നെ ഈ സംഖ്യ കുഞ്ഞുങ്ങൾക്കും അവരുടെ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നത് അതിന്റെ ഉള്ളടക്കം എന്താണെന്ന് യാതൊരു പിടിയുമില്ല. സുവിശേഷം പറയുന്ന ക്രിസ്ത്യാനികൾക്കെതിരെ ഈ സംഖ്യ കുഞ്ഞുങ്ങൾ പാടിക്കൊണ്ട് നടക്കുന്ന ഒരു ആരോപണമാണ് നരകത്തിനെ പറ്റി പറഞ്ഞ് ഞങ്ങൾ ആളുകളെ ഭയപ്പെടുത്തി മതം മാറ്റുന്നു എന്നുള്ളത്. മരണശേഷം ഒരു നരകമുണ്ട് എന്ന് പറഞ്ഞ് സുവിശേഷം അറിയിക്കുന്നവർ ആളുകളെ പേടിപ്പിക്കുകയാണ്. അവരുടെ ആ പേടി മുതലെടുത്താണ് അവരെ ക്രിസ്ത്യാനികളാക്കി മാറ്റുന്നത് അത്രേ. മരണശേഷമുള്ള കാര്യത്തെക്കുറിച്ച് ആർക്കാണ് അറിയാൻ കഴിയുക? മരിച്ചതിന് ശേഷം ആരെങ്കിലും ജീവനോടെ തിരിച്ചു വന്നിട്ടുണ്ടോ നരകം ഉണ്ടെന്ന് പറയാൻ? വെറുതെ ആളുകളെ നരകത്തിന്റെ പേരും പറഞ്ഞ് ഭയപ്പെടുത്തി മതം മാറ്റുകയാണ് ക്രിസ്ത്യൻ മിഷണറി സംഘം എന്നാണ് ഈ സംഘപുത്രന്മാരുടെ ആരോപണം. ഇവന്മാർക്ക് ഇവരുടെ കിതാബുകളെ കുറിച്ച് യാതൊരു പിടിയും ഇല്ലാത്തത് കൊണ്ടാണ് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഇത്തരം ക്യാപ്സൂളുകൾ എല്ലായിടത്തും കൊണ്ടുപോയി ഒട്ടിക്കുന്നത്. അത് ഫേസ്ബുക്കിലായാലും വാട്സാപ്പിലൊക്കെ ഇവരങ്ങോട്ട് വാരി വിതറുകയാണ്. ക്രിസ്ത്യാനികൾ സുവിശേഷം അറിയിക്കുമ്പോൾ നരകത്തെക്കുറിച്ച് പറയാറുണ്ട്, ശരിയാണ്. അത് കേൾക്കുന്നവരെ ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. നരകശിക്ഷയിൽ നിന്നുള്ള മോചനം ദൈവം നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. നരകശിക്ഷയിൽ നിന്നുള്ള മോചനം നിങ്ങൾക്ക് സൗജന്യമായി പ്രാപിക്കാം. നിങ്ങൾ അതിനുവേണ്ടി പണം മുടക്കേണ്ടതില്ല, പേര് മാറേണ്ടതില്ല, മതം മാറേണ്ടതില്ല, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കേണ്ടതില്ല, ദാനധർമാദികൾ ചെയ്യേണ്ടതുമില്ല. ആകെ ചെയ്യേണ്ടത് മനസ്സ് മാറുക എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സ് യേശുക്രിസ്തുവിന് വേണ്ടി തുറന്നു കൊടുക്കുക. നിങ്ങളൊരു പാപിയാണ്, നരകശിക്ഷയ്ക്ക് യോഗ്യനാണ് എന്നുള്ള കാര്യം ദൈവമുമ്പാകെ സമ്മതിക്കുകയും എന്നാൽ നിങ്ങളുടെ പാപത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യം അംഗീകരിക്കുകയും ഈ യേശുക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് പാപമോചനം ലഭിക്കും. പിന്നെ നിങ്ങൾ പാപത്തിന്റെ ശിക്ഷയായ നരകത്തിലേക്ക് പോകേണ്ടി വരില്ല. പകരം ദൈവത്തിന്റെ അടുക്കിലേക്ക് അഥവാ സ്വർഗത്തിലേക്ക് പോകും എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്ന സുവിശേഷം. ഞങ്ങൾ നരകത്തിന്റെ കാര്യം പറഞ്ഞ ആളുകളെ പേടിപ്പിക്കുകയല്ല, മറിച്ച് നരകശിക്ഷയിൽ നിന്നുള്ള മോചനം സൗജന്യമായി നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള നല്ല വിശേഷം ജനങ്ങളെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സുവിശേഷം അറിയിക്കുന്ന ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ഈ സംഘപുത്രന്മാരുടെ ആരോപണം നിലനിൽക്കുന്നതല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. സത്യത്തിൽ നരകത്തിന്റെ പേര് പറഞ്ഞ ആളുകളെ ഭയപ്പെടുത്തി മുതലെടുപ്പ് നടത്തുന്നത് ആരാണെന്നറിയാമോ? അത് വേറെ ആരുമല്ല, ഈ ആഭാസക്കാരാണ്. ആഭാസം എന്ന് ഞാൻ പറഞ്ഞത് ആർഷഭാരത സംസ്കാരം എന്നതിന്റെ ചുരുക്കെഴുത്തായിട്ടാണ്. ഈ ഓരോ പ്രാവശ്യവും ആർഷഭാരത സംസ്കാരക്കാർ എന്ന് നീട്ടി പറഞ്ഞ്
വെറുതെ എന്തിനാ വീഡിയോയുടെ ദൈർഘ്യം കൂട്ടുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചുരുക്കി പറയുന്നത്. ആഭാസം എന്ന് പറയുന്നത്. ക്രൈസ്തവരായ ഞങ്ങളാകെ ഒരൊറ്റ നരകത്തെക്കുറിച്ചേ പറയുന്നുള്ളൂ. പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന നരകം. അതിലേക്ക് പിശാച് മനുഷ്യരെ വലിച്ചുകൊണ്ടു പോകുന്നു. ആ ഒരൊറ്റ നരകത്തെക്കുറിച്ചേ ബൈബിൾ പറയുന്നുള്ളൂ. എന്നാൽ ഈ ആഭാസക്കാരുടെ കിതാബുകളിൽ പറയുന്നത് ഒരു നരകത്തെക്കുറിച്ചല്ല, പലതരം നരകങ്ങളെ കുറിച്ചാണ്. കിതാബ് വായിച്ചു നോക്കിയാലല്ലേ അതിനെക്കുറിച്ച് അറിയാൻ പറ്റുകയുള്ളൂ. കിതാബ് വായിക്കാൻ പറ്റണമെങ്കിൽ അത്യാവശ്യം അക്ഷരസ്നേഹം വേണം. മദ്രസ പൊട്ടന്മാരെ പോലെ തന്നെ ഈ സംഖ്യക്കുഞ്ഞുങ്ങളും അക്ഷരവിരോധികളാണ്. അതുകൊണ്ട് വായനാശീലം അവരുടെയൊക്കെ 7 അയലത്ത് കൂടി പോയിട്ടില്ല. രാമായണത്തിലും മഹാഭാരതത്തിലും പുരാണങ്ങളിലും ആരണ്യകങ്ങളിലും ഉപനിഷത്തുക്കളിലും ഭഗവത്ഗീതയിലും ഭാഗവതത്തിലുമൊക്കെ നരകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഓരോരോ പാപകർമ്മങ്ങൾ ചെയ്തവർക്ക് ഓരോ വിധം നരകങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നാട്ടിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ ജാതിയുടെ പേരും പറഞ്ഞ് മൃഗങ്ങളെക്കാൾ നികൃഷ്ടരായി കണക്കാക്കി ചൂഷണം ചെയ്തു പോരാൻ ഈ ആഭാസക്കാർക്ക് സാധിച്ചത് ഈ നരകങ്ങളുടെ പേര് പറഞ്ഞ് അവരെ ഭയപ്പെടുത്തിയിട്ടാണ്. കുറെ പുസ്തകങ്ങളുണ്ട്, ഞാൻ ഒരു പുസ്തകത്തിൽ നിന്നുള്ളത് ഉദ്ധരിക്കാം. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം നരലോക വർണ്ണനം എന്ന 26-ാം അധ്യായം. ഇതാണ് ശ്രീമദ് ഭാഗവതം. അപ്പൊ ഇതിന്റെ അകത്തുള്ള 26-ാമത്തെ അധ്യായം നരലോക വർണ്ണനം എന്നാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് യമലോകത്തിൽ 100 കണക്കിനും 1000 നരകങ്ങളുണ്ട് എന്നാണ്. 100 കണക്കിനും 1000 നരകങ്ങൾ. എന്നാൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് 28 നരകങ്ങളെ കുറിച്ചാണ്. പരീക്ഷിത്ത് മഹാരാജാവിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ശ്രീശുക മഹർഷി ഈ 28 നരകങ്ങളെ കുറിച്ച് പറയുന്നത്. ഞാൻ ആ ഭാഗം വായിക്കാം. അധർമ്മത്തിന്റെ ഫലമായി പ്രാപിക്കേണ്ടി വരുന്ന നരകങ്ങൾ അസംഖ്യങ്ങളാണ്. അവയിൽ പ്രധാനപ്പെട്ടവയെ ഞാൻ വർണ്ണിച്ചു തരാം. പരീക്ഷിത്ത് ചോദിക്കുന്നു, നരകം ഏത് ദേശവിശേഷണങ്ങളാണ്? അവ ത്രൈലോക്യത്തിനുള്ളിലോ പുറത്തോ? ഈ ത്രൈലോക്യം എന്ന് പറഞ്ഞത് ത്രിലോകങ്ങൾ, അതായത് ഭൂമിയും പാതാളവും സ്വർഗവും. അതാണ് ഒരു ത്രൈലോക്യം എന്ന് പറയുന്നത്, ത്രിലോകം. ഇതാണ് ചോദ്യം. ത്രൈലോക്യത്തിനുള്ളിലോ പുറത്തോ എന്നുള്ളതാണ് ചോദ്യം. ശ്രീശുകൻ മറുപടി പറയുന്നു, നരകങ്ങൾ ത്രൈലോക്യത്തിനുള്ളിൽ തന്നെയാണ്. തെക്കുഭാഗത്തായി ഭൂമിക്ക് താഴെ ജലത്തിന് മുകളിലാണ് നരകലോകങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അവിടെ അഗ്നിശ്വാത്തന്മാർ എന്ന പിതൃക്കൾ ഭഗവാനെ സമാധിയിലൂടെ ആരാധിച്ചുകൊണ്ടും തങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ടവർക്ക് ക്ഷേമം വരാൻ പ്രാർത്ഥിച്ചുകൊണ്ടും താമസിച്ചു വരുന്നു. അവിടെ പിതൃരാജാവായ വൈവസ്വതൻ അഥവാ യമൻ മരിച്ച് നരകത്തിലെത്തിച്ചേരുന്ന ജീവന്മാർക്ക് അവരവരുടെ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ശിക്ഷ നൽകി വരുന്നു. നരകങ്ങൾ 28 അവയുടെ പേരുകളും ലക്ഷണങ്ങളും പറയാം. താമിശ്രം, അന്ധതാമിശ്രം, രൗരവം, മഹാരൗരവം, കുംഭീഭാഗം, കാലസൂത്രം, അസിപത്രവനം, സൂകരമുഖം, അന്തകൂപം, കൃമിഭോജനം, സന്തംശം, തപ്തസൂർമി, വജ്രകണ്ഠക ശാൽമലി, വൈതരണി, പൂയോദം, പ്രാണരോധം, വിശസനം, ലാലഭക്ഷം, സാരമേയാതനം, അവീജി, അയപാനം, ക്ഷാരകർദ്ധമം, രക്ഷോഗണഭോജനം, ശൂലപ്രോതം, ദന്തശൂകം, അവടനിരോധനം, പര്യാവർത്തനം, സൂചീമുഖം ഇവയാണ് 28 നരകങ്ങൾ. ഇവ പാപികൾക്ക് ശിക്ഷകൾ അനുഭവിക്കാനുള്ള ലോകങ്ങളാണ്. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം അധ്യായം 26 നരലോക വർണ്ണനം. നരകത്തിന്റെ പേര് പറഞ്ഞ് ആളുകളെ പേടിപ്പിച്ചാണ് ക്രിസ്ത്യാനികൾ മതം മാറ്റുന്നത് എന്നാരോപിക്കുന്ന സംഖ്യ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മതവിശ്വാസത്തിലുള്ള നരകങ്ങളുടെ പേരുകളാണ് ഈ വായിച്ചു കേട്ടത്. ഇത്രയധികം നരകങ്ങൾ ഉണ്ടെന്നും പറഞ്ഞ് ആളുകളെ പറ്റിച്ച് ജീവിക്കുന്ന നിങ്ങൾക്ക് നാണമില്ലേ? ഞങ്ങൾ നരകത്തിനെ കുറിച്ച് പറഞ്ഞ ആളുകളെ പേടിപ്പിച്ച് മതം മാറ്റുന്നു എന്ന് പറയാൻ? വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന എന്ത് ചവറും എടുത്തുകൊണ്ട് വന്ന് ക്രിസ്ത്യാനികൾക്കെതിരെ ആരോപിച്ചാൽ ഞങ്ങൾ അത് കേട്ട് മിണ്ടാതിരിക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങളുടെ പുസ്തകങ്ങൾ നിങ്ങളെക്കാൾ നന്നായി വായിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ. അത് നിങ്ങൾ ഓർക്കേണ്ടതായിരുന്നു. ഇനി ഈ പേര് പറയപ്പെട്ട ഓരോരോ നരകത്തിലും എന്തൊക്കെ പാപങ്ങൾ ചെയ്താലാണ് ചെന്ന് വീഴുക എന്ന് മഹാഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നതും കൂടി നമുക്ക് നോക്കാം. രസമാണ്, കോമഡിയാണ്. താമിശ്രം, ഒന്നാമത്തെ നരകം താമിശ്രം. മറ്റുള്ളവരുടെ ഭാര്യാപുത്രന്മാർ, ധനം എന്നിവയെ അപഹരിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്നവർക്കുള്ളതാണ് താമിശ്രം എന്ന നരകം. താമിശ്രവാസം വിധിച്ചവരെ യമദൂതന്മാർ കാലപാശത്താൽ കെട്ടിവരിഞ്ഞ് താമിശ്രത്തിലേക്ക് എത്തിക്കും. ആഹാരമോ ജലപാനം പോലുമോ ഇല്ലാതെ അവിടെ കിടന്ന് യമദൂതന്മാരുടെ അടിയേറ്റ് താങ്ങാൻ കഴിയാത്ത വേദനയോടെ പലപ്പോഴും മോഹാലസ്യപ്പെട്ടു വീഴുന്നു. ഇതാണ് താമിശ്ര നരകത്തിലെ ശിക്ഷ. രണ്ടാമത്തത് അന്ധതാമിശ്രം. മറ്റുള്ളവരെ വഞ്ചിച്ച് അവരുടെ ഭാര്യമാരെ അനുഭവിക്കുന്ന പാപികളെ അന്ധതാമിശ്രം എന്ന നരകത്തിൽ പ്രവേശിപ്പിച്ച് ശിക്ഷിക്കുന്നു.
വേദന സഹിക്കാൻ കഴിയാതെ കണ്ണും ബുദ്ധിയും നഷ്ടപ്പെട്ട് വേരറുക്കപ്പെട്ട വൃക്ഷം പോലെ തളരുന്നു. ഈ കാരണത്താൽ ആ നരകത്തെ അന്ധതാമിശ്രം എന്ന് പറയുന്നു. മൂന്നാമത്തത് രൗരവം. ശരീരത്തെ താനായും ശരീരത്തോട് ബന്ധപ്പെട്ടവരെ തന്റേതായും കരുതിക്കൊണ്ട് പരദ്രോഹം ചെയ്ത് കുടുംബഭരണം നടത്തിക്കൊണ്ട് ജീവിക്കുന്നവർ മരണശേഷം രൗരവം എന്ന നരകത്തിൽ ചെന്ന് വീഴുന്നു. അവൻ ഈ ലോകത്തിൽ ദ്രോഹിച്ച ജീവികൾ രുരുക്കളായി തീർന്ന് ആ ജീവനെ ഹിംസിക്കുന്നു. സർപ്പങ്ങളെക്കാൾ ക്രൂരങ്ങളായ ഒരു തരം ജീവികളാണ് രുരുക്കൾ. അപ്പൊ ഈ രുരുക്കളായിട്ട് തീർന്നിട്ട് അവനെ ഹിംസിക്കുകയാണ്. അപ്പൊ ഈ രുരുക്കളുള്ള നരകമായതുകൊണ്ടാണ് അതിനെ രൗരവം എന്ന് വിളിക്കുന്നത്. നാലാമത്തത് മഹാരൗരവം. മഹാരൗരവത്തിൽ വീണിരിക്കുന്ന ജീവനെ ക്രവ്യാതരെന്ന് പേരുള്ള രുരുക്കൾ. ക്രവ്യാതരെന്ന് പറഞ്ഞാൽ മാംസഭോജികൾ. അപ്പൊ മുമ്പത്തേത് സസ്യബുക്കുകളാണ് നമ്മൾ ആദ്യം കണ്ടല്ല രൗരവത്തിലുള്ള രുരുക്കള് അതാണ്. അവര് വെജിറ്റേറിയൻസ് ആണ്. വെജിറ്റേറിയൻസ് രുരുക്കൾ വന്നിട്ടാണ് ശിക്ഷിക്കുന്നതെങ്കിൽ മഹാരൗരവത്തിൽ അങ്ങനെയല്ല. ക്രവ്യാതരെന്ന് പേരുള്ള അതായത് മാംസഭോജികൾ ആയിരിക്കുന്ന രുരുക്കള് മാംസത്തിന് വേണ്ടി ഹിംസിക്കുന്നു. സ്വന്തം ദേഹത്തെ പോറ്റിപ്പുലർത്താൻ വേണ്ടി മാത്രം പാപം ചെയ്ത് ജീവിച്ചവരാണ് മഹാരൗരവം എന്ന നരകത്തിൽ എത്തിച്ചേരുന്നത്. അടുത്തത് അഞ്ചാമത്തത് കുംഭീഭാഗം. മൃഗങ്ങളെയും പക്ഷികളെയും ജീവനോടെ പൊരിച്ചു തിന്നുന്ന പാപിയായ മനുഷ്യൻ കുംഭീഭാഗം എന്ന നരകത്തിൽ എത്തിച്ചേരുന്നു. അവനെ യമദൂതന്മാർ തിളയ്ക്കുന്ന എണ്ണയിലിട്ട് വറുക്കും അത്രേ. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. തിളക്കുന്ന എണ്ണയിലിട്ട് വറുക്കുന്ന പരിപാടി മരുഭൂമിയിൽ ഒരു പുള്ളി 7-ാം നൂറ്റാണ്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഇതേ കാര്യം തന്നെ. തിളയ്ക്കുന്ന എണ്ണയിലിട്ട് വർക്ക് ചെയ്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് കോപ്പി അടിച്ചതാണോ അവിടെ നിന്ന് ഇങ്ങോട്ട് കോപ്പി അടിച്ചാണോ എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ. അപ്പൊ ശരീരം മുഴുവൻ പൊള്ളി വികൃതമാകുമ്പോൾ കൊടിലിൽ കൊരുത്ത് പുറത്തെടുത്തിട്ട് ശരീരത്തിൽ ജലം തെളിപ്പിച്ച് അവരെ ആ ശരീരം തണുപ്പിക്കുകയാണ്. തണുപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വറക്കാനായിട്ട് ചെമ്പിലേക്ക് ഇടും. വീണ്ടും ഇതേപോലെ പുറത്തേക്ക് എടുക്കും, വെള്ളം ഒഴിച്ച് തണുപ്പിക്കും, വീണ്ടും വെള്ളത്തിൽ. ഇത് തന്നെയാണ് പരിപാടി. അവിടെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഫുള്ളോട്ട് വറക്കേയില്ല. ആറാമത്തത് കാലസൂത്രം. അച്ഛനമ്മമാരെയും ബ്രാഹ്മണരെയും പ്രത്യേകം ശ്രദ്ധിക്കണം. ബ്രാഹ്മണരെയും ദ്രോഹിക്കുന്നവർ കാലസൂത്രം എന്ന നരകത്തിൽ ചെന്ന് വീഴും. അപ്പൊ ബ്രാഹ്മണനെ ദ്രോഹിക്കാൻ പാടില്ല. അച്ഛനമ്മമാരുടെ കാര്യം നമുക്ക് മനസ്സിലാകും. അച്ഛനമ്മമാരെ ദ്രോഹിക്കരുത്. അച്ഛനമ്മമാരെ എന്നല്ല, ഒരു മനുഷ്യരെയും ദ്രോഹിക്കരുത്. അതാണ് പറയേണ്ടത്. ഒരാളെയും ദ്രോഹിക്കരുത്. പക്ഷെ അതല്ല പറയുന്നത്. അച്ഛനമ്മമാരെ ദ്രോഹിക്കരുത്, പിന്നെ പുറത്ത് ബ്രാഹ്മണരെ ദ്രോഹിക്കരുത്. ബ്രാഹ്മണർ ഒഴികെ മറ്റുള്ളവരൊക്കെ ദ്രോഹിച്ചാൽ കുഴപ്പമില്ല. അപ്പൊ ഈ അച്ഛനമ്മമാരെയും ബ്രാഹ്മണരെയും ദ്രോഹിക്കുന്നവരാണ് കാലസൂത്രം എന്ന നരകത്തിൽ ചെന്ന് വീഴുന്നത്. 10,000 യോജന വിസ്താരമുള്ളതാണ് ഈ കാലസൂത്രം എന്ന നരകം. ഈ യോജന എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ഈ പ്രധാനമന്ത്രി ആവാസ് യോജന എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രധാനമന്ത്രി ആവാസ് യോജന. അപ്പൊ അതുപോലെയുള്ള എന്തെങ്കിലും പദ്ധതിയാണെന്നൊന്നും വിചാരിക്കേണ്ട. ആർഷഭാരതത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു അളവ്, നീളത്തിനെ അളക്കാൻ, നീള അളവാണ് യോജന എന്ന് പറയുന്നത്. ഏകദേശം 9 മൈൽ അല്ലെങ്കിൽ 13 കിലോമീറ്റർ ആണ് ഒരു യോജന എന്ന് പറയുന്നത്. 13 കിലോമീറ്റർ. അപ്പോൾ 10,000 യോജന എന്ന് പറയുമ്പോൾ 1,30,000 കിലോമീറ്റർ വിസ്താരം വരും. അങ്ങനെയുള്ളതാണ്. അപ്പൊ താഴെ അഗ്നിയും മുകളിൽ സൂര്യരശ്മികളാലും പഴുപ്പിച്ച ചെമ്പ് തകിടുകൾ വിരിച്ചതാണ് ഈ അവിടുത്തെ നരകം എന്ന് പറയുന്നത്. അവിടെ എത്തിച്ചേരുന്ന ജീവൻ വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും പരവശനായിത്തീരും. അപ്പൊ പഴുപ്പിച്ച ചെമ്പ് തകിടിൽ തട്ടി കാൽ പുള്ളി വേദന സഹിക്കാൻ കഴിയാതെ ഇരിക്കുകയും കിടക്കുകയും എഴുന്നേറ്റ് നിൽക്കുകയും മൂടുകയും നിലത്ത് കിടന്നുള്ളതൊക്കെ ചെയ്യും. ഒരു പശുവിന്റെ ദേഹത്തിൽ എത്ര രോമമുണ്ടോ അത്രയും 1000, അതായത് ഒരു രോമത്തിന് 1000 വെച്ചിട്ട്. അപ്പൊ ഒരു പശുവിന്റെ രോമത്തിൽ എത്ര രോമമുണ്ടോ ഇൻറ്റു 1000. അത്രയും വർഷങ്ങൾ ഈ കാലസൂത്രം എന്ന നരകത്തിൽ കിടന്ന് ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. മനസ്സിലായോ? അത്ര അധികം. അച്ഛനമ്മമാരെയും ബ്രാഹ്മണരെയും ദ്രോഹിച്ചാൽ ഉണ്ടാകുന്ന ശിക്ഷയാണ് ഈ പറയുന്നത്. ഏഴാമത്തത് അസിപത്രം. വേദമാർഗത്തിൽ നിന്നും തെറ്റി ആപത്തൊന്നുമില്ലാത്ത സമയത്ത് പാഷാണ്ഡ മതത്തെ സ്വീകരിക്കുന്നവനുള്ളതാണ് അസിപത്രം എന്ന നരകം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ അസിപത്രത്തിന്റെ കാര്യം. അതായത് ധർമ്മം വിട്ട് പുറത്തു പോവുക, പാഷാണ്ഡ മതത്തെ സ്വീകരിക്കുക, അവനുള്ളവനാണ് അസിപത്രം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മതം മാറാൻ പാടില്ല. നിങ്ങൾ ഈ ആഭാസത്തിനകത്താണ് ജനിച്ചു വീണതെങ്കിൽ ചാകുന്നത് വരെ അതിനകത്ത് തന്നെ കിടന്നോളണം, പുറത്തേക്ക് പോകരുത്. അവർ നിങ്ങളെ എങ്ങനെയൊക്കെ പീഡിപ്പിച്ചാലും എങ്ങനെയൊക്കെ ചൂഷണം ചെയ്താലും എന്തൊക്കെ ചെയ്താലും അതൊക്കെ സഹിച്ച്, കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ചെയ്ത പാപത്തിന്റെ ശിക്ഷയാണ് ഞാൻ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത്. ഇനി ഈ ജന്മത്തിൽ ഞാൻ ഈ ശിക്ഷയിൽ നിന്ന് പുറത്തേക്ക് പോയി വേറെ വല്ല മതത്തിലേക്ക് അങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഇനി എന്നെ കൊണ്ടിടാൻ പോകുന്നത് അസിപത്രത്തിലേക്കാണ് എന്നും പറയാം. അങ്ങനെയാണ് പറഞ്ഞു പറ്റിച്ചു വെച്ചിരുന്നത്. എന്റെയൊക്കെ പിതാക്കന്മാർ, ഞാനത് ചിന്തിക്കാറുണ്ട്. എന്റെയൊക്കെ പൂർവികര് ഇതൊക്കെ എന്തിനാ ഇതൊക്കെ ഈ സഹിച്ച് ഇവിടെ നിന്നത്, ഇതിനകത്ത് തന്നെ നിന്നത്.
ഇതൊക്കെ പണ്ടേ വിട്ടുപോകേണ്ടതല്ലേ എന്ന് ഞാൻ മുമ്പൊക്കെ ആലോചിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പൊ എനിക്കറിയാം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ കഥകളൊക്കെ പറഞ്ഞ് നിങ്ങൾ വേറെ മതത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ അസിപത്രം എന്ന നരകത്തിലേക്ക് പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ആ പാവങ്ങളെ പറ്റിച്ചു വെച്ചിരിക്കുകയാണ്. ഇന്നും അത് തന്നെയാണ്. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവരെയൊക്കെ പറ്റിച്ചു വെച്ചിരിക്കുക. അപ്പൊ അതുകൊണ്ട് സുവിശേഷമായിട്ട് ചെല്ലുമ്പോൾ ഇവർക്ക് ഉള്ളിൽ ആദ്യം വരുന്ന ഭയം, ഞാൻ മതം മാറിക്കഴിഞ്ഞാൽ എന്നെ അസിപത്രത്തിൽ കൊണ്ടിടുമല്ലോ, അല്ലെങ്കിൽ നരകത്തിലേക്ക്. അസിപത്രം എന്നുള്ള വാക്കൊന്നും അവർ അറിയണമെന്നൊന്നുമില്ല. പക്ഷെ ഞാൻ മതം മാറിക്കഴിഞ്ഞാൽ എനിക്ക് അതിന് ശിക്ഷയുണ്ട്, ഞാൻ നരകത്തിൽ പോകേണ്ടി വരുമല്ലോ എന്നാണ് ഇവർ ആദ്യം ചിന്തിക്കുന്നത്. അങ്ങനെയാണ് സെറ്റപ്പ് അതിന്റെ. അപ്പൊ ഈ അസിപത്രം എന്ന നരകം എന്ന് പറയുന്നത് ധാരാളം കരിമ്പനകൾ നിറഞ്ഞതാണ് ഈ നരകം. അതിൽ പ്രവേശിച്ച ജീവനെ യമദൂതന്മാർ ചമ്മട്ടി കൊണ്ട് നിർദ്ധയമടിക്കും. അടികൊണ്ട് വേദന സഹിക്കാൻ വയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സമയത്ത് വാൾ പോലെ മൂർച്ചയുള്ള കരിമ്പനയോലകൾ തട്ടി ദേഹം മുഴുവൻ മുറിഞ്ഞ് ഞാൻ കൊല്ലപ്പെട്ടുവല്ലോ എന്ന് ഉച്ചത്തിൽ കരഞ്ഞു പറയും. ഇടയ്ക്കിടെ മോഹാലസ്യപ്പെട്ടു വീഴുകയും പിന്നെയും എഴുന്നേറ്റ് ഓടുകയും വീണ്ടും ബോധം കെട്ടു വീഴുകയും ചെയ്യും. സ്വധർമ്മത്തെ ഉപേക്ഷിച്ച് വേറെ മതത്തിലേക്ക് മാറിയവനുള്ള ശിക്ഷയാണിത്. അടുത്തത് 8ാമത്തത് സൂകരമുഖം. രാജാവോ രാജപുരുഷന്മാരോ നിരപരാധികളെ ശിക്ഷിക്കുകയോ ബ്രാഹ്മണരെ ശരീരശിക്ഷ അനുഭവിപ്പിക്കുകയോ ചെയ്താൽ പരലോകത്തിൽ അവരെ സൂകരമുഖമെന്ന നരകത്തിൽ വീഴ്ത്തും. അവിടെ യമദൂതന്മാർ പാപിയെ കരിമ്പിൻ തണ്ടിനെ എന്ന പോലെ പിഴിയും. അവൻ ദയനീയമായി കരഞ്ഞ് ബോധം കെട്ട് വീഴും. ഈ ലോകത്തിൽ അവൻ നിരപരാധികളെ ദ്രോഹിച്ച പോലെ പരലോകത്തിൽ യമദൂതന്മാർ അവനെ ശിക്ഷിക്കും. അടുത്തത് അന്ധകൂപം. കൂപം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കിണർ എന്നാണ് അർത്ഥം. കൂപമണ്ടൂകം എന്നൊരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മണ്ടൂകം എന്ന് പറഞ്ഞാൽ തവള, കൂപമണ്ടൂകം എന്ന് പറഞ്ഞാൽ കിണറ്റിൽ കിടക്കുന്ന തവള. അപ്പൊ കൂപം എന്ന് പറഞ്ഞാൽ കിണർ. ഈശ്വരനാൽ നിശ്ചയിക്കപ്പെട്ട ഉപജീവന വൃത്തികളോട് കൂടിയവരും മറ്റുള്ളവരുടെ ദുഃഖത്തെ തിരിച്ചറിയാൻ കഴിയാത്തവരുമായ കൊതു, മൂട്ട, ഈച്ച, ഉറുമ്പ് മുതലായ ജീവികളെ ദ്രോഹിക്കുന്നവൻ പരലോകത്തിൽ അന്ധകൂപം എന്ന നരകത്തിൽ ചെന്ന് വീഴും. ആയിരക്കണക്കിന് യോജന വിസ്താരമുള്ള ഒരു കിണറാണ് ഈ അന്ധകൂപം എന്ന് പറയുന്നത്. മറ്റ് ജീവികളെ ഉപദ്രവിക്കുന്നത് പാപമാണെന്ന തിരിച്ചറിവ് മനുഷ്യനുണ്ട്. അതിനാൽ അവൻ ദ്രോഹിച്ച ജീവികൾ യമദൂതരായി വന്ന് 4 ഭാഗത്തു നിന്നും അവനെ കഠിനമായി ശിക്ഷിക്കും. അന്ധകാരം കൊണ്ട് മൂടിയ ആ നരകത്തിൽ ഉറങ്ങാൻ പോലും കഴിയാത്തവനായി 4 ഭാഗത്തും ഓടി നടന്ന് കഷ്ടപ്പെടുന്നു. കുംഭീഭാഗ നരകത്തിൽ പറയാതെയുള്ള ജീവജന്തുക്കളെ ദ്രോഹിക്കുന്നവർക്കുള്ളതാണ് അന്ധകൂപം. മനസ്സിലായോ? 10 കൃമിഭോജം. പഞ്ചയജ്ഞങ്ങൾ ചെയ്യാതെയും ആഹാരപദാർത്ഥങ്ങൾ മറ്റുള്ളവർക്ക് പങ്കിട്ടു കൊടുക്കാതെയും ഭക്ഷിക്കുന്നവർ പരലോകത്തിൽ കൃമിഭോജം എന്ന നരകത്തിൽ ചെന്ന് വീഴും. 100,000 യോജന വിസ്താരമുള്ള കൃമികുണ്ടത്തിൽ ഒരു കൃമിയായി തീർന്ന അവനെ മറ്റുള്ള കൃമികൾ കടിച്ചു തിന്നുന്നു. കൃമികളെ അവനും തിന്നുന്നു. ആർക്കും ഒന്നും കൊടുക്കാതെയും അഗ്നിയിൽ ഹോമിക്കാതെയും ഭക്ഷിച്ചവൻ പാപഫലം അനുഭവിച്ചു കഴിയുന്നതുവരെ ഈ നരകത്തിൽ കിടന്ന് ക്ലേശിക്കുന്നു. 11ാമത്തത് സന്തംശം. മറ്റുള്ളവരുടെ സ്വർണം, രത്നം മുതലായവയെ അപഹരിക്കുന്നവൻ സന്തംശം എന്ന നരകത്തിൽ ചെന്ന് വീഴും. അവനെ യമപുരുഷന്മാർ ചുട്ടുപഴിപ്പിച്ച ഇരുമ്പുണ്ട ശരീരത്തിൽ വെച്ച് പൊള്ളിക്കുന്നു. സന്തംശത്തിൽ എത്തിച്ചേരുന്നവരുടെ ത്വക്കിൽ മൃത്യുദൂതന്മാർ ചുട്ടുപഴുത്ത കൊടിൽ കുത്തിയിറക്കിയ ശേഷം പിടിച്ചു വലിക്കുന്നു. പുലയാടിയിടുന്നവരെ ഇരുമ്പുപാവ ഉലയിൽ വെച്ച് പഴിപ്പിച്ച ശേഷം ആലിംഗനം ചെയ്യിപ്പിക്കുന്നു. അതാണ് അതിനകത്തുള്ള ശിക്ഷ. അടുത്തത് തപ്തസൂർമി. സ്വീകരിക്കാൻ യോഗ്യതയില്ലാത്ത സ്ത്രീയെ പ്രാപിക്കുന്ന പുരുഷനെയും പരപുരുഷനെ പ്രാപിക്കുന്ന സ്ത്രീകളെയും തപ്തസൂർമി എന്ന നരകത്തിൽ പ്രവേശിപ്പിച്ച് ചമ്മട്ടി കൊണ്ടടിച്ച് ചുട്ടുപഴിപ്പിച്ച ഇരുമ്പ് പ്രതിമയെ ആലിംഗനം ചെയ്യിപ്പിക്കുന്നു. 13ാമത്തത് വജ്രകണ്ടകശാൽമലി. വിവേചനമില്ലാതെ സകല സ്ത്രീകളെയും പ്രാപിക്കുന്ന പുരുഷനെ വജ്രകണ്ടകശാൽമലി എന്ന നരകത്തിൽ പ്രവേശിപ്പിച്ച് വജ്രം പോലെ കഠിനമായ മുള്ളുകൾ നിറഞ്ഞ ഇലവ് വൃക്ഷത്തിൽ അതിശക്തിയായി മേലോട്ടും താഴോട്ടും ഉരയ്ക്കുന്നു. അറിയാം, നമ്മൾ ചിലപ്പോൾ ആളുകളൊക്കെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നീ പോയി വല്ല മുള്ളുമുരിക്കിലും കയറടാ എന്ന് പറയും. അത് ആ മുള്ളുമുരിക്ക് കയറാൻ പറയുന്നതൊക്കെ ഈ ഇതിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. നിനക്കൊക്കെ നരകശിക്ഷയാണ് കിട്ടാൻ പോകുന്നത് എന്നുള്ള ഇതിലാണ് ഈ പറയുന്നത്. മനസ്സിലായ? അതിൽ കയറിയിട്ട് ഇതിൽ പിടിച്ചിട്ട് മേലോട്ടും താഴോട്ടും യമദൂതന്മാരെ അവരിട്ട് ഉരച്ചുകൊണ്ടിരിക്കും. 14ാമത്തത് വൈതരണി. ഈ വാക്ക് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, വൈതരണി. ഇതൊരു വലിയ വൈതരണിയാണല്ലോ എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. വൈതരണി ഈ രാജാക്കന്മാരോ രാജപുരുഷന്മാരോ ധർമ്മമര്യാദകളെ ലംഘിക്കുകയാണെങ്കിൽ അവർ മരിച്ചാൽ വൈതരണി എന്ന നരകത്തിൽ ചെന്ന് വീഴുന്നു. നരകലോകത്തിന്റെ കിടങ്ങാണ് വൈതരണി നദി. മനുഷ്യന്റെ മലമൂത്രാദികൾ, രക്തം, മുടി, എല്ലുകൾ, മാംസം എന്നിങ്ങനെ എല്ലാവിധ മാലിന്യങ്ങളും നിറഞ്ഞ നദി. ഘോരമൃഗങ്ങളുടെ വാസസ്ഥലം കൂടിയാണത്.
അതിലെ ജലജീവികൾ ആ പാപികളെ കടിച്ചു പൊളിക്കും, പക്ഷെ മരിക്കുകയില്ല. ശിക്ഷാവിധേയൻ മനുഷ്യ മലം, മൂത്രം, ചലം, രക്തം, തലമുടി, നഖം, എല്ലുകൾ, മാംസം എന്നിവ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ നദിയിൽ മുങ്ങിപ്പൊങ്ങി ക്ലേശിക്കും. അതാണ് അവനുള്ള ശിക്ഷ, വൈതരണിയിൽ പോകുന്നവനുള്ള ശിക്ഷ. 15. പൂയോദകം. ദാസിമാരെ ഭാര്യമാരായി സ്വീകരിച്ച് ശുദ്ധി, ആചാരം, നിയമങ്ങൾ എന്നിവയെ ഉപേക്ഷിച്ച് ലജ്ജയില്ലാതെ മൃഗപ്രായനായി ജീവിക്കുന്നവനുള്ളതാണ് പൂയോദക നരകം. ചലം, മലം, കഫം, മൂത്രം എന്നിവ നിറഞ്ഞ സമുദ്രമാണ് പൂയോദകം. ഈ നരകശിക്ഷയ്ക്ക് യോഗ്യനായവൻ ഈ മലിനവസ്തുക്കൾ ഭക്ഷിച്ചും ഈ മലിനവസ്തുക്കളിൽ മുങ്ങിപ്പൊങ്ങിയും അതിൽ കഴിയേണ്ടി വരും. ഇത് ദാസിമാരെ ഭാര്യമാരായി സ്വീകരിക്കുന്ന ആൾക്കാർക്കുള്ളതാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. നേരത്തെ നമ്മൾ കണ്ടു, ഭാര്യയായി സ്വീകരിക്കാൻ യോഗ്യതയില്ലാത്തവരെ ഭാര്യമാരായി എടുക്കുന്നവർ. ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇത്തിരി കൂടി ഇതിൻ്റെയൊക്കെ വ്യാഖ്യാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്ന കാര്യമുണ്ട്. ഉയർന്ന ജാതിയിലുള്ളവർ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകളെ ഭാര്യമാരായി എടുക്കുന്നതിനെ പറ്റിയാണ് ഈ പറയുന്നത്. ഭാര്യമാരായി സ്വീകരിക്കാൻ യോഗ്യതയില്ലാത്തവരെ ഭാര്യമാരായി എടുക്കുന്നു പറഞ്ഞത്. ഈ വർണ്ണമിശ്രിതം വരാൻ പാടില്ല. വർണ്ണമിശ്രിതത്തെ ഇവർ അംഗീകരിക്കുന്നില്ല. മനുഷ്യനെ 4 വർണ്ണങ്ങളാക്കിയിട്ടും പിന്നെ ബാക്കിയുള്ളവരെ വർണ്ണങ്ങളിൽ പെടാത്തവരായിട്ടും, അതാണ് അവർണ്ണരെ. അപ്പോൾ അങ്ങനെയായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ വർണ്ണവും അതിനകത്ത് തന്നെയാണ് ബ്രീഡ് ചെയ്യേണ്ടത്. സങ്കരം പറ്റിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. നിങ്ങളെ ഇതിനേക്കാളും താഴ്ന്നതോ അല്ലെങ്കിൽ മുകളിലുള്ളവരുമായിട്ടോ നിങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് ഏർപ്പെടരുത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇന്നും കല്യാണം കഴിക്കുന്ന സമയത്ത് ജാതി നോക്കുന്നുണ്ടല്ലോ, ഇല്ലേ? ഈ 21-ാം നൂറ്റാണ്ടിൽ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ ഏത് ജാതി, നമ്മുടെ ജാതി തന്നെയാണോ എന്നാ നോക്കുന്നത്. ഇപ്പൊ കടന്ന് പ്രേമിക്കുന്നതിന് വരെ ഈ ജിഹാദികളുടെ പ്രേമമല്ല ഞാൻ പറഞ്ഞില്ല, ജിഹാദിന്റെ കേസല്ല. അതല്ലാതെ ഹിന്ദുയിസ്റ്റിനകത്തുള്ള ആൾക്കാർ പിള്ളേര് പ്രേമിക്കുമ്പോൾ പോലും ജാതി നോക്കും. ജാതി നോക്കുന്നത് വേറൊന്നുകൊണ്ടല്ല, കല്യാണം, അതായത് സീരിയസ് ആയിട്ടുള്ള ലവിന്റെ കാര്യം ഞാൻ പറയുന്നത്. വിവാഹം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവര് അത് നോക്കുന്നുണ്ട്, വേറൊന്നിനല്ല. കല്യാണത്തിന്റെ സമയം വരുമ്പോൾ എതിർപ്പ്, ആ ഒരു പ്രശ്നത്തിലുള്ള എതിർപ്പെങ്കിലും നീങ്ങിപ്പോകട്ടെ എന്ന് വെച്ചിട്ടാണ് ആ വിധത്തിലേക്ക് മാറിയിരിക്കുക. ഒക്കെ ഇതാണ് കാര്യം. ഇതുപോലെ നീ അങ്ങനെ ജാതിയൊക്കെ മാറി വർണ്ണം മാറിയൊക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നരകത്തിൽ പൂയോദകത്തിലൊക്കെ പോയി ചെന്ന് കെടുക്കേണ്ടി വരും എന്നുള്ള ആ പഠിപ്പിക്കലൊക്കെയാണ് ഉള്ളത്. 16. പ്രാണരോധം. നായ്ക്കൾ, കഴുതകൾ ഇവയെ വളർത്തുന്നവരും നായാട്ടിൽ മൃഗങ്ങളെ കൊല്ലുന്നവരുമായ ബ്രാഹ്മണരെ പ്രാണരോധം എന്ന നരകത്തിൽ തള്ളിയിട്ട് യമദൂതന്മാർ ശരങ്ങളെ കൊണ്ട് ഇത് വളർക്കും. അപ്പോൾ നായ്ക്കളെയും കഴുതുകളെയും ഒന്നും വളർത്താൻ പാടില്ല. പിന്നെ ബ്രാഹ്മണരാണെങ്കിൽ നായാട്ടിന് വേണ്ടി നായ്ക്കളെയും വളർത്താൻ പാടില്ല. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതാണ് പ്രാണരോധം എന്ന് പറഞ്ഞ നരകത്തിലാണ് ചെന്ന് വീഴാൻ പോകുന്നത്. 17. വിശസനം. പാവങ്ങളെ കൊതിപ്പിച്ചുകൊണ്ടും മറ്റുള്ളവരെ കാണിക്കാനായും അമിത വ്യയം ചെയ്ത് സുഖിക്കുന്ന ധനികർക്കുള്ളതാണ് വിശസനം എന്ന നരകം. ഇതിൽ വീഴുന്ന ആളുകളെ യമകിങ്കരന്മാർ കഷ്ണം കഷ്ണമായി വെട്ടിമുറിക്കും. പക്ഷെ വെട്ടിമുറിച്ചാലും കാര്യമില്ല, കുറച്ച് കഴിയുമ്പോൾ മുറിയൊക്കെ കൂടിയിട്ടുള്ള വീണ്ടും പഴയതുപോലെ തന്നെയാവും, വീണ്ടും വെട്ടിമുറിക്കും. ഇത് തന്നെ പരിപാടി. വിശസനത്തിനകത്തുള്ള ഇത് ശിക്ഷ ഇങ്ങനെയാണ്. 18. ലാലഭക്ഷം. ഇത് മഹാ കോമഡിയാണ്. ലാലഭക്ഷം. സ്വന്തം ഭാര്യയെ കൊണ്ട് രേതസ് പാനം ചെയ്യിപ്പിക്കുന്ന പാപിയെ യമലോകത്തിൽ ലാലഭക്ഷം എന്ന നരകത്തിൽ വീഴ്ത്തി രേതസ് പാനം ചെയ്യിപ്പിക്കുന്നു. ഇതാണ് സ്വാമി ചിദാനന്ദ സരസ്വതി തർജ്ജമ ചെയ്ത് ശ്രീമദ് ഭാഗവതത്തിലുള്ളത്. എന്നാൽ തുഞ്ചത്തെഴുത്തച്ഛന്റെ ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ടിലുള്ളത് ഇത്തിരി വ്യത്യസ്തമാണ്. അതിങ്ങനെയാണ്: മദനവിവശനായി ധർമ്മപത്നിയെ കൊണ്ട് വദനസുരതത്തെ ചെയ്യിപ്പിച്ചിടും ദ്വിജൻ, സുചിരം ലാലഭക്ഷമാകിയ നരകത്തിൽ അശുഭമൊടുങ്ങുവോളം കിടന്നുഴന്നിടും, ശുക്ലത്താൽ നിറഞ്ഞിടും നദിയാകുന്നതിൽ സക്ലേശം കിടന്നത് കുടിച്ചു വലഞ്ഞിടും. അതായത് ധർമ്മപത്നിയെ കൊണ്ട് വദനസുരതം ചെയ്യിപ്പിച്ച് അവളെ കൊണ്ട് ശുക്ലം കുടിപ്പിക്കുന്ന ഭർത്താവിനുള്ളതാണ് ലാലഭക്ഷ നരകം. ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരെ യുഗങ്ങളോളം ദുർഗന്ധം വമിക്കുന്ന ശുക്ലം നിറഞ്ഞ നദിയിലിടുന്നു. ശിക്ഷാവിധേയൻ അതിൽ മുങ്ങിയും പൊങ്ങിയും ശുക്ലം ഭക്ഷിച്ചും അതിൽ കഴിയേണ്ടി വരും. എഴുത്തച്ഛന്റെ കാലത്ത് സാധാരണക്കാർക്ക് എഴുത്തും വായനയും അറിയാത്തത് കൊണ്ട് അവരാരും ഇത് വായിക്കില്ലെന്ന് അറിയാവുന്നതിനാൽ എഴുത്തച്ഛൻ ഈ ശ്ലോകങ്ങളെ പച്ചയ്ക്ക് പരിഭാഷപ്പെടുത്തി വെച്ചു. മനസ്സിലായി? അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് കണ്ടത്. എന്നാൽ അതിനുശേഷമാണ്, എഴുത്തച്ഛന് ശേഷമാണ് ക്രിസ്ത്യൻ മിഷണറിമാർ കേരളത്തിലേക്ക് വരുന്നതും ഇവിടെയുള്ള ശൂദ്രന്മാർ മുതൽ താഴോട്ടുള്ളവരെ എഴുത്തും വായനയൊക്കെ പഠിപ്പിക്കുന്നത്. സ്വാമി ചിദാനന്ദ സരസ്വതിയുടെ ശ്രീമദ് ഭാഗവതം പരിഭാഷ, ഈ പരിഭാഷ വരുന്നത് ആദ്യത്തെ ഫസ്റ്റ് കോപ്പി വരുന്നത് 2010 അപ്പൊ ആ സമയമൊക്കെ ആയപ്പോഴേക്കും മലയാളികൾ സാക്ഷരത നേടിക്കഴിഞ്ഞതുകൊണ്ട്
എഴുത്തച്ഛന്റെ കാലത്ത് ചെയ്തതുപോലെ പച്ചയ്ക്ക് തർജ്ജമ ചെയ്തു വെക്കാൻ പറ്റാത്ത സ്ഥിതിയായി. അതുകൊണ്ടാണ് അദ്ദേഹം സ്വന്തം ഭാര്യയെ കൊണ്ട് രേതസ് പാനം ചെയ്യിപ്പിക്കുന്ന പാപിയെ യമലോകത്തിൽ ലാലപക്ഷം എന്ന നരകത്തിൽ വീഴ്ത്തി രേതസ് പാനം ചെയ്യിപ്പിക്കുന്നു എന്ന് മാത്രം എഴുതി വെച്ചത്, അല്ലെങ്കിൽ അങ്ങനെ എഴുതേണ്ടി വന്നത്. അതുമാത്രമല്ല, അതിനേക്കാളും വിശദമായിട്ടുണ്ട് ശരിക്കും ആ ശ്ലോകത്തിൽ. എഴുത്തച്ഛൻ അത് അങ്ങനെ തന്നെ പരിഭാഷപ്പെടുത്തിയിട്ടുമുണ്ട്. ഓക്കെ. 19 സാരമേയാശനം. ഈ ലോകത്തിൽ കള്ളന്മാരോ രാജാക്കന്മാരോ രാജഭടന്മാരോ ഗ്രാമങ്ങൾക്ക് തീവയ്ക്കുകയോ ജനങ്ങളെ വിഷം കൊടുത്തു കൊല്ലുകയോ ചെയ്യുകയാണെങ്കിൽ മരണാനന്തരം അവർക്കുള്ളതാണ് സാരമേയാശനം എന്ന നരകം. നായ്മാംസം മാത്രമാണ് അവിടുത്തെ നിവാസികൾക്കുള്ള ഭക്ഷണം. അവിടെ വജ്രം പോലെ മൂർച്ചയുള്ള പല്ലുകളോടുകൂടിയ യമദൂതന്മാരായ നായ്ക്കൾ അവരെ കടിച്ചു പൊളിക്കുന്നു. എന്നിട്ട് ആ നായ്ക്കളെ തന്നെ അവർക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുകയും ചെയ്യും. ഉള്ള അടിപൊളി. അടുത്തത് അവീജി എന്ന നരകമാണ്. കള്ളസാക്ഷി പറയുന്നവർ മരിച്ചാൽ അവീജി എന്ന നരകത്തിൽ ചെന്നെത്തും. അവിടെ 100 യോജന ഉയരത്തിൽ നിന്ന് അവനെ തലകീഴാക്കി താഴോട്ട് വലിച്ചെറിയുന്നു. ആ നരകത്തിൽ കരിങ്കല്ല് വിരിച്ച തറയാണുള്ളത്. അതിൽ വലിച്ചെറിയപ്പെട്ട പാപിയുടെ ശരീരം തകർന്നു പോകും, എന്നാലും മരിക്കൊന്നുമില്ല. വീണ്ടും പർവ്വതമുകളിൽ നിന്ന് അവനെ താഴോട്ട് വലിച്ചെറിയും. ഈ പ്രക്രിയ അവീജിയിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. കള്ളസാക്ഷി പറയുന്നവർക്കുള്ള ശിക്ഷയാണ്. ഈ യുധിഷ്ഠിരനൊക്കെ അതിനകത്ത് പോയിട്ടുണ്ട്. യുധിഷ്ഠിരൻ പറഞ്ഞല്ലോ, അശ്വത്ഥാമാഹത എന്ന് പറഞ്ഞു. അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു എന്നുള്ളൊരു കള്ള സത്യവാങ്മൂലമാണ് നടത്തിയത്. അതിന്റെ പേരിൽ പുള്ളി അതിനകത്ത് പോയതായിട്ട്, അവീജി പോയതായിട്ട് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. 21 അയപാനം. മദ്യപാനം ചെയ്യുന്ന ബ്രാഹ്മണനുള്ളതാണ് അയപാനം എന്ന നരകം. ശിക്ഷാവിധേയനെ യമദൂതന്മാർ മാറിൽ ചവിട്ടി നിന്ന് അവന്റെ വായിൽ തിളപ്പിച്ച് ചുട്ടുപൊള്ളുന്ന ഇരുമ്പിൻ ദ്രാവകം ഒഴിച്ചു കൊടുക്കും. അയപാനം. അയ എന്ന് പറഞ്ഞാൽ ഇരുമ്പാണ്. അപ്പൊ അയപാനം എന്ന് പറഞ്ഞാൽ ഇരുമ്പ് കുടിക്കേണ്ടി വരുന്നത്. ഇരുമ്പ് ദ്രാവക രൂപത്തിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്, കുടിപ്പിക്കുകയാണ്. 22 ക്ഷാരകർദ്ധമം. സ്വതേ അധമനായവൻ താൻ വലിയവനാണെന്ന് അഭിമാനിച്ച് ജന്മം, തപസ്, വിദ്യ, ആചാരം, വർണ്ണാശ്രമ ധർമ്മങ്ങൾ എന്നിവ കൊണ്ട് ശ്രേഷ്ഠരായവരെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ മരണശേഷം അവനെ ക്ഷാരഗർദ്ധമെന്ന നരകത്തിൽ തലകീഴായി വലിച്ചെറിയും. ക്ഷാരമയമുള്ള, അതായത് ഉപ്പുരസമുള്ള ചെളിയിൽ തലകീഴായി കാലുകൾ മാത്രം വെളിയിൽ വരുന്ന രീതിയിൽ തലകീഴായി കിടന്നുകൊണ്ട് അവൻ അവിടെ അവസാനമില്ലാത്ത വേദന അനുഭവിക്കേണ്ടി വരും ക്ഷാരഗർദ്ധമത്തിൽ. 23 രക്ഷോഗണഭോജനം. പുരുഷനോ സ്ത്രീയോ നരബലി കൊണ്ട് ദുർദേവതകളെ ആരാധിക്കുകയോ മനുഷ്യമാംസം തിന്നുകയോ ചെയ്താൽ അവരെ മരണശേഷം രക്ഷോഗണ ഭോജനം എന്ന നരകത്തിലിടുന്നു. അവിടെ രാക്ഷസ തുല്യരായ യമദൂതന്മാർ കശാപ്പുകാർ മൃഗങ്ങളെ എന്ന പോലെ അവരെ കുത്തിപ്പിളർന്ന് ചോര കുടിച്ച് നൃത്തം വയ്ക്കുകയും പാടുകയും ചെയ്യും. ഇത് എന്തോന്ന് സൈക്കോകളുടെ ഇതൊക്കെ ഇതൊക്കെ വേണ്ടേ? എന്താ പറയുന്നത്? എന്തെങ്കിലും ആകട്ടെ. 24 ശൂലപ്രോതം. കാട്ടിലോ നാട്ടിലോ ഉള്ള മൃഗങ്ങളെ വിശ്വസിപ്പിച്ച് ശൂലത്തിൽ കോർത്ത് കൊല്ലുന്നവരെ മരിച്ചാൽ ശൂലപ്രോതം എന്ന നരകത്തിൽ പ്രവേശിപ്പിച്ച് യമദൂതന്മാർ ശൂലത്തിൽ കുത്തിക്കോർക്കും. അപ്പൊ ചൈനക്കാരുടെയൊക്കെ കാര്യം പോക്കാണ്. അവന്മാരാണെങ്കിൽ അധികവും ഇങ്ങനെ, ഇപ്പൊ എല്ലായിടത്തൊക്കെ ആയി. അതുപോലെ അറബികളുടെയും അറേബ്യൻ ഫുഡൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. കമ്പിൽ കുത്തിക്കോർത്തിട്ടാണ് ഇതിനെ പൊരിച്ചെടുക്കുന്നത് അധികവും, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ ഇവരുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായി. ഇവരെ മാത്രമല്ല, ഇപ്പൊ ഇത്തരം ഫുഡ് ലോകത്തിൽ എല്ലാ ഭാഗത്തേക്കും പ്രചരിച്ചിരിക്കുകയാണ്. സകല മനുഷ്യരുടെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ. വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും പരവശരായ ഈ ശിക്ഷായോഗ്യരായിരിക്കുന്ന ആളുകൾ, അതായത് ഈ ശൂലപ്രോതത്തിൽ വീണിരിക്കുന്ന ആളുകൾ, അവരെ യമലോകത്തിലെ കഴുകൻ മുതലായ പക്ഷികൾ 4 ഭാഗത്തും പറന്നു നിന്നുകൊണ്ട് കൊക്കുകളാൽ കൊത്തിപ്പിളർക്കും. ആ സമയത്ത് അവർ തങ്ങൾ ചെയ്ത പാപത്തെ സ്മരിക്കുകയും ചെയ്യും. കാരണം ഈ പക്ഷികളൊക്കെയാണല്ലോ അധികവും ഈ ലെവലിൽ കുരിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് പക്ഷികളെ കൊണ്ട് തന്നെ ശിക്ഷിപ്പിക്കുന്നത്. 25 ദന്തശൂകം. ജനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന ക്രൂരന്മാരായ മനുഷ്യരെ മരണശേഷം ദന്തശൂകം എന്ന നരകത്തിൽ കൊണ്ടിട്ട് പല പല ഫണങ്ങളോടുകൂടിയ സർപ്പങ്ങളെ കൊണ്ട് കടിപ്പിക്കും. അതാണ് അവിടുത്തെ ശിക്ഷ. 26 അവിട നിരോധനം. മൃഗങ്ങൾ, പക്ഷികൾ മുതലായവയെ കൂട്ടിലിട്ട് അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന പാപികൾ മരിച്ചാൽ അവരെ അവിട നിരോധനം എന്ന നരകത്തിൽ കൊണ്ടിട്ട് ഗുഹയിലടച്ച് വിഷവായി ശ്വസിപ്പിക്കും. 27 പര്യാവർത്തനം. വീട്ടിൽ വന്ന അതിഥികളെ ക്രോധത്തോടെ ദഹിപ്പിക്കുന്ന പോലെ തുറിച്ചു നോക്കുന്നവരെ പര്യാവർത്തനം എന്ന നരകത്തിൽ കൊണ്ടിട്ട് അവരുടെ കണ്ണുകളെ കഴുകന്മാർ, കാക്കകൾ, പരുന്തുകൾ എന്നീ പക്ഷികളെ കൊണ്ട് കൊത്തിയൊലിപ്പിക്കും. ഞാനിത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഓർത്തത് കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ കഷ്ടത്തിലാണല്ലോ എന്നാ. കാരണം എല്ലാം ഇതിനകത്ത് ചെന്ന് വീഴും, ഈ പറഞ്ഞ പര്യാവർത്തനത്തിൽ ചെന്ന് വീഴും.
വേറൊന്നുകൊണ്ടല്ല. ഇപ്പൊ ഞങ്ങളൊക്കെ സുവിശേഷം അറിയിക്കാൻ വേണ്ടി ഇവരെ വീടുകളിലൊക്കെ കയറി ചെന്ന സമയത്ത് ഞങ്ങൾ അതിഥികളാണല്ലോ. അതിഥി എന്ന് പറഞ്ഞാൽ, തിഥി എന്ന് പറഞ്ഞാൽ തീയതി, ദിവസം എന്നാണ് അർത്ഥം. തിഥി, ആ തിഥി എന്ന് പറഞ്ഞാൽ തിഥി തികയ്ക്കാത്തവൻ, അതായത് ഒരു ദിവസം തികച്ച് താമസിക്കാത്തവൻ, അവനാണ് അതിഥി. ഒരു ദിവസത്തിൽ മേലെ താമസിച്ചാൽ പിന്നെ അതിഥി എന്ന് പറയാൻ പറ്റില്ല ഇവരുടെ കണക്ക് പ്രകാരം. അപ്പൊ ഞങ്ങള് ഒരു ദിവസമൊന്നുമില്ല, ഞങ്ങള് കുറച്ച് സമയം, ചിലപ്പോൾ 1 മണിക്കൂർ കൂടി അവർ കേൾക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ ഒക്കെ ഇരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൊണ്ട് പോകും. ചില ആൾക്കാർ താല്പര്യമില്ലാന്ന് പറയും, ഞങ്ങൾ പോരും. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ഈ സംഘിക്കുഞ്ഞുങ്ങളുടെ വീടുകളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവര് ദഹിപ്പിക്കുന്ന പോലെ തുറിച്ചു നോക്കും. എന്റെ വീട്ടിൽ കയറി വന്നിരിക്കുന്നത്, ഇവിടെ കയറി വരാൻ നിനക്ക് ഇത്ര ധൈര്യം എന്നൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്കുള്ള ശിക്ഷയാണ് പര്യാവർത്തനം. അവിടെ കൊണ്ടിടും. അപ്പൊ എന്നിട്ട് ഇവരെ തുറപ്പിച്ചു നോക്കിയ ആ കണ്ണുകളുണ്ടല്ലോ, ആ കണ്ണുകളെ കാക്കകള്, കഴുകന്മാര്, പരുന്തുകൾ എന്നീ പക്ഷികളെ കൊണ്ട് കൊത്തിയൊലിപ്പിക്കും. അതാണ് അവിടുത്തെ ശിക്ഷ. 28 സൂചിമുഖം. താൻ ധനികനാണെന്ന അഭിമാനത്താൽ അഹങ്കരിച്ച് വക്രദൃഷ്ടിയോട് കൂടിയവനും സകലരെയും സംശയിക്കുന്നവനും ധനം നശിച്ചെങ്കിലോ എന്ന ചിന്തയാൽ എപ്പോഴും വാടിയ മുഖത്തോടു കൂടിയവനും നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ധനത്തെ രക്ഷിച്ചു കഴിയുന്നവനുമായ പാപിയെ പരലോകത്തിൽ സൂചിമുഖം എന്ന നരകത്തിൽ പ്രവേശിപ്പിച്ച് യമദൂതന്മാർ ശരീരം മുഴുവൻ സൂചിയിൽ കോർത്ത നൂൽ കൊണ്ട് തുന്നിക്കുത്തും. എന്നിട്ട് തുറന്നു പറയുകയാണ്, ഇങ്ങനെ യമലോകത്തിൽ 100 കണക്കിനും 1000 നരകങ്ങളുണ്ട്. അവയിൽ ഇവിടെ പറഞ്ഞതും പറയാത്തതുമായ അധർമ്മങ്ങൾ ചെയ്യുന്നവർ ചെന്ന് വീഴുന്നു. ധാർമ്മികന്മാർ മരണശേഷം സ്വർഗത്തിലെത്തിച്ചേരുന്നു. സ്വർഗത്തിൽ അനുഭവിച്ച പുണ്യത്തിന്റെയും നരകത്തിൽ അനുഭവിച്ച പാപത്തിന്റെയും ശേഷിച്ച ഫലങ്ങളായ സുഖവും ദുഃഖവും അനുഭവിക്കാൻ മനുഷ്യലോകത്തിൽ വന്ന് ജനിക്കുന്നു. ശ്രീമദ് ഭാഗവതം 5ാം സ്കന്ധം അധ്യായം 26 നരകലോക വർണ്ണനം. ഇങ്ങനെയുള്ള 100 കണക്കിനും 1000 നരകങ്ങളുടെ പേരും പറഞ്ഞ് ഇന്നും ഇവിടെയുള്ള ഈ ഇന്ത്യയിലുള്ള പാവം മനുഷ്യരെ പറ്റിച്ചു തിന്ന് ജീവിക്കുന്നവന്മാരാണ് സുവിശേഷം അറിയിക്കുന്ന ഞങ്ങൾക്കെതിരെ ആരോപണവുമായി വരുന്നത്. ഞങ്ങൾ നരകത്തിനെ പറ്റി പറഞ്ഞ് ഭയപ്പെടുത്തി മനുഷ്യരെ മതം മാറ്റുന്നു എന്ന്. നാണവും മാനവും എന്ന് പറയുന്ന സാധനം നിങ്ങളുടെയൊക്കെ 7 അയലത്തുകൂടി പോയിട്ടുണ്ടോ? ഞങ്ങൾ ആരും നരകത്തെ പറ്റി പറഞ്ഞ് ഭയപ്പെടുത്തുകയല്ല, മറിച്ച് നരകത്തെ ഇനി നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നരകത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിന് നിങ്ങളുടെ പൊന്നോ പണമോ കാശോ ദക്ഷിണയോ നേർച്ച കാഴ്ചകളോ ഒന്നും വേണ്ട. നിങ്ങളുടെ മനസ്സ് യേശുക്രിസ്തുവിന് വേണ്ടി തുറന്നു കൊടുക്കാൻ മാത്രമേ അവൻ ആവശ്യപ്പെടുന്നുള്ളൂ. സൗജന്യമായി നിങ്ങൾക്ക് നരകശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കുമെന്നുള്ള കാര്യം ജനങ്ങളെ അറിയിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായോ? ഞങ്ങളത് അറിയിക്കുകയും ജനങ്ങളത് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നഷ്ടം വരുന്നത് ഈ സംഘിക്കുഞ്ഞുങ്ങളുടെ യജമാനന്മാർക്കാണ്. കാരണം മനുഷ്യർക്ക് നരകത്തെക്കുറിച്ചുള്ള ഭയം നീങ്ങിപ്പോയാൽ, മരണശേഷം ഞാൻ സ്വർഗത്തിലേക്ക് പോകും എന്നുള്ള ഉറപ്പും ധൈര്യവും ഒരാളുടെ ഉള്ളിലുണ്ടായാൽ, പിന്നെ 100ഉം 1000ഉം തരത്തിലുള്ള നരകങ്ങൾ ഉണ്ടെന്നും പറഞ്ഞ് ആയിരക്കണക്കിന് വർഷങ്ങളായി ഭയപ്പെടുത്തി തങ്ങളുടെ കാൽക്കീഴിൽ നിർത്തിയിരിക്കുന്ന ഭൂരിപക്ഷമായ ജനസമൂഹത്തിന് മേൽ തങ്ങൾക്കുള്ള പിടി നഷ്ടപ്പെടും എന്ന ഭയമാണ് സുവിശേഷത്തെയും സുവിശേഷം അറിയിക്കുന്നവരെയും ഇല്ലാതാക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. പക്ഷെ സംഘിക്കുഞ്ഞുങ്ങളും അവരുടെ യജമാനന്മാരും ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സത്യമുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ സുവിശേഷത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആദ്യത്തെ ആളുകളല്ല നിങ്ങൾ. കഴിഞ്ഞ 2000 വർഷത്തിനിടയിൽ സുവിശേഷത്തെ ഇല്ലായ്മ ചെയ്യാമെന്നുള്ള വ്യാമോഹത്തോടെ എത്രയെത്ര സാമ്രാട്ടുകളാണ് രംഗത്ത് വന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാമോ? ആ സാമ്രാട്ടുകളും സാമ്രാജ്യങ്ങളും ഇല്ലാതായി. സുവിശേഷം ഇന്നും നിലനിൽക്കുന്നു. 2ാം നൂറ്റാണ്ടിലെ ഗ്രീക്ക് ഫിലോസഫറായ സെൽസസ് മുതൽ ഇങ്ങോട്ട് എണ്ണിയാലൊടുങ്ങാത്തത്ര തത്വചിന്തകന്മാരാണ് സുവിശേഷത്തിനെതിരെ വന്നത്. ആ തത്വചിന്തകന്മാരും അവരുടെ ആശയങ്ങളും മൺമറഞ്ഞു. സുവിശേഷം ഇന്നും നിലനിൽക്കുന്നു. ചരിത്രത്തിലുടനീളം സുവിശേഷം കോടാനുകോടി മനുഷ്യർക്ക് പ്രത്യാശയുടെയും വിശ്വാസത്തിന്റെയും ആശ്വാസത്തിന്റെയും വിമോചനത്തിന്റെയും പ്രകാശഗോപുരമായി നിലകൊള്ളുന്നു. സാമ്രാജ്യങ്ങളുടെയും ചക്രവർത്തിമാരുടെയും തത്വചിന്തകരുടെയും നിരീശ്വരവാദികളുടെയും സാമ്രാട്ടുകളുടെയും അവിശ്വാസികളുടെയും നിരന്തര പരിശോധനയും പീഡനങ്ങളും വിമർശനങ്ങളും അതിജീവിച്ച് സുവിശേഷത്തിന്റെ കൊടിക്കൂറ സകല ഇസങ്ങളുടെയും ഫിലോസഫികളുടെയും ഐഡിയോളജികളുടെയും മുകളിൽ അന്നു മുതൽ ഇന്നോളം പാറിപ്പറന്നുകൊണ്ടിരിക്കുകയാണ്. റോമൻ ദൈവങ്ങളെ ആരാധിക്കുന്നതിനും ചക്രവർത്തിയുടെ ദിവ്യത്വം അംഗീകരിക്കുന്നതിനും വിസമ്മതിച്ചതിന്റെ പേരിൽ 1ഉം 2ഉം 3ഉം നൂറ്റാണ്ടുകളിൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടു. ക്രിസ്ത്യാനികളുടെ നിലപാട് ഭരണകൂടത്തിനെതിരായ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളായിട്ടാണ് റോമ സാമ്രാജ്യം കണ്ടത്. നീറോയും ഡേഷ്യസും
വാലന്റിയാനസും ഡയോക്ലീഷ്യനും ഗലേറിയസും തുടങ്ങി പല റോമൻ ചക്രവർത്തിമാരും ക്രിസ്ത്യാനികൾക്കെതിരായ മതപീഡനത്തിന്റെ പേരിൽ കുപ്രസിദ്ധരാണ്. എന്നിട്ടും സുവിശേഷം ആ ഇരുണ്ട കാലങ്ങളെ അതിജീവിച്ചു. അതിന്റെ പഠിപ്പിക്കലുകൾ അധികാരത്തിലുള്ളവരുടെ വീടുകളിൽ പോലും വ്യാപിച്ചു. റോമ ചക്രവർത്തിമാരുടെ കൊട്ടാരങ്ങളിലും അന്തഃപുരങ്ങളിലും ക്രിസ്ത്യാനികൾ ഉണ്ടായി. പീഡനവും സുവിശേഷത്തെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങളും പലപ്പോഴും സുവിശേഷത്തിന്റെ വ്യാപനത്തിൽ കലാശിക്കുകയാണ് ഉണ്ടായത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ രാഷ്ട്രീയവും സൈനികവും മതപരവുമായ എതിർപ്പുകൾക്ക് പുറമെ സുവിശേഷത്തിന് കാര്യമായ ബൗദ്ധിക പരിശോധനയും നേരിടേണ്ടി വന്നിട്ടുണ്ട്. പുറജാതീയ തത്വചിന്തകരുടെ സങ്കീർണമായ വിമർശനങ്ങൾ മുതൽ വിശ്വാസത്തിന്റെ അടിത്തറയെ തന്നെ ചോദ്യം ചെയ്ത ജ്ഞാനോദയ ചിന്തകർ വരെ സുവിശേഷം നൂറ്റാണ്ടുകളായി ചർച്ച ചെയ്യപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തു. 2-ാം നൂറ്റാണ്ടിലെ ഗ്രീക്ക് തത്വചിന്തകനായ സെൽസസ് ക്രിസ്ത്യാനിറ്റിയുടെ ഉത്ഭവം, പഠിപ്പിക്കലുകൾ, ആചാരങ്ങൾ എന്നിവയെ വെല്ലുവിളിച്ചുകൊണ്ട് ആദ്യത്തെ സമഗ്രമായ ആക്രമണം ക്രിസ്ത്യാനിറ്റിക്കെതിരെ ആരംഭിച്ചു. ഉരുളയ്ക്ക് ഉപ്പേരി പോലെയാണ് സഭാപിതാവായ ഒറിജിൻ അതിന് മറുപടി കൊടുത്തത്. കോൺട്രാസെൽസം എന്ന 8 വാല്യങ്ങളുള്ള ഗ്രന്ഥത്തിലൂടെ. ഇത്തരം ബൗദ്ധിക വെല്ലുവിളികൾ ക്രൈസ്തവ വിശ്വാസത്തെ കെടുത്തിക്കളയുന്നതിന് പകരം ക്രിസ്ത്യാനികളെ അവരുടെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താനും ക്രിസ്തുവിന്റെ സാക്ഷ്യം കൂടുതൽ വ്യക്തമായി പ്രകടിപ്പിക്കാനും പല സന്ദർഭങ്ങളിലും ക്രൈസ്തവ ദൈവശാസ്ത്രത്തിലേക്ക് ദാർശനിക ഉൾക്കാഴ്ചകൾ സമന്വയിപ്പിക്കാനും കാരണമായി തീരുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും ഞങ്ങൾക്ക് ബൈബിൾ വിമർശകന്മാർക്കെതിരെ ആയുധമെടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. മനസ്സിലായോ? ഞങ്ങൾക്കത് വന്നിട്ടില്ല. അങ്ങനെ ഒരു കാര്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടേ ഇല്ല ചരിത്രത്തിൽ. ചെയ്തിട്ടുള്ള ചില ആളുകളുണ്ട്, ഇല്ലെന്ന് പറയുന്നൊന്നുമില്ല. ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞു നടക്കുന്ന നാമധേയ ക്രൈസ്തവരായിരിക്കുന്ന ആളുകൾ അവരുടെ സഭകൾ മുഖാന്തരം ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ യഥാർത്ഥമായ ക്രിസ്ത്യാനികൾ ബൈബിളിനെ ദൈവവചനമായി അംഗീകരിക്കുന്ന, ബൈബിൾ മാത്രം പ്രമാണമായിട്ട് കൊണ്ട് നടക്കുന്ന, യേശു ക്രിസ്തുവിനോട് മാത്രം ഇടപാടുകളുള്ള, ഇടയിൽ പുണ്യാളന്മാരെയും മറ്റൊന്നും നിർത്താത്ത ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ആ ട്രൂ ക്രിസ്ത്യൻസ് അവർക്കൊരിക്കലും ഈ വിമർശനത്തിനെതിരെ ആയുധമെടുക്കേണ്ടി വന്നിട്ടില്ല. വിമർശകന്മാർക്കെതിരെയും ആയുധമെടുക്കേണ്ടി വന്നിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. സാമ്രാജ്യങ്ങളുടെയും ചക്രവർത്തിമാരുടെയും തത്വചിന്തകരുടെയും ആക്രമണങ്ങളെ അതിജീവിക്കുന്ന സുവിശേഷത്തിന്റെ ചരിത്രപരമായ പ്രതിരോധം അതിന്റെ ശാശ്വതമായ ആകർഷണത്തിന്റെയും അതുപോലെ അതിന്റെ സന്ദേശത്തിന്റെ ശക്തിയുടെയും തെളിവായി ഇന്നും നിലകൊള്ളുകയാണ്. പീഡനം കൊണ്ടോ വിമർശനം കൊണ്ടോ ഇല്ലാതാക്കാൻ കഴിയുന്ന ഒന്നല്ല സുവിശേഷം. അത് നിങ്ങൾ മനസ്സിലാക്കണം. സുവിശേഷത്തിന്റെ അതിജീവനത്തിന്റെ ചരിത്രം പ്രത്യാശയുടെ ഒരു ആഖ്യാനമാണ്. പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള ക്രൈസ്തവ വിശ്വാസത്തിന്റെ കഴിവ് നിങ്ങളൊക്കെ സ്വപ്നം കാണുന്നതിനും അപ്പുറത്താണ് സംഘിക്കുഞ്ഞുങ്ങളെ. സംഘിക്കുഞ്ഞുങ്ങളോട് മാത്രമല്ല, ക്രൈസ്തവ വിരോധികളായിരിക്കുന്ന, സുവിശേഷ വിരോധികളായിരിക്കുന്ന എല്ലാവരോടുമായിട്ടാണ് പറയുന്നത്. കാരണം സ്നേഹം, വീണ്ടെടുപ്പ്, പ്രത്യാശ എന്നിവയുടെ കാതലായ സന്ദേശങ്ങൾ സാർവത്രികമായി സകല മനുഷ്യർക്കും ആശ്വാസവും പ്രദാനവും ചെയ്യുന്നതാണ്. എല്ലാ മനുഷ്യർക്കും സ്നേഹത്തെക്കുറിച്ചുള്ള കാര്യം ഇത് ആരാ വേണ്ടെന്ന് പറയുന്നത്? സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കാത്ത ആരാ? അതുപോലെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് താൻ വീണ്ടെടുക്കപ്പെടേണ്ടതുണ്ട്, ദൈവം തന്നെ വീണ്ടെടുക്കണം, തിരിച്ചെടുക്കണം എന്നുള്ളത് അതാരാ ആഗ്രഹിക്കാത്തത്? അതുപോലെ പ്രത്യാശ, ഭാവിയെക്കുറിച്ചുള്ള, ഭാവി എന്ന് പറയുന്നത് ഭൂമിയിലെ ഭാവി മാത്രമല്ല, മരണശേഷമുള്ള ഭാവിയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. അത് ഏറ്റവും നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കാത്ത ആരാ ഉള്ളത്? ഇത് സാർവത്രികമായി സുവിശേഷം ഈ 3 കാര്യങ്ങൾ ഉൾപ്പെട്ടതാണ്. ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നു, ദൈവത്തിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് പറയുന്നു, ആ വീണ്ടെടുപ്പ് മുഖാന്തരം മനുഷ്യർക്ക് ലഭിക്കുന്ന പ്രത്യാശയെക്കുറിച്ചും പറയുന്നു. ഇത് സാർവത്രികമായി സകല മനുഷ്യർക്കും ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് റോമ സാമ്രാജ്യം മുതൽ സബ് സഹാറൻ ആഫ്രിക്ക വരെയും മധ്യകാല യൂറോപ്പ് മുതൽ ആധുനിക ഏഷ്യയും അമേരിക്കയും ഓസ്ട്രേലിയയും അടക്കം വൈവിധ്യമാർന്ന സംസ്കാരങ്ങളിലും വ്യത്യസ്ത കാലഘട്ടങ്ങളിലുമുള്ള കോടിക്കണക്കിന് മനുഷ്യർക്ക് മാർഗനിർദ്ദേശത്തിന്റെയും ആശ്വാസത്തിന്റെയും പ്രചോദനത്തിന്റെയും പ്രഭവ കേന്ദ്രമായി നിലകൊള്ളാൻ സുവിശേഷത്തിന് സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ സംഘിക്കുഞ്ഞുങ്ങളെ, സുവിശേഷത്തിനെ ഇല്ലാതാക്കുമെന്നൊക്കെയുള്ള നിങ്ങളുടെ തള്ളു കാണുമ്പോൾ പാണ്ടിലോറിക്ക് മുന്നിൽ മസിൽ പിടിച്ചു നിൽക്കുന്ന തവളയുടെ ചിത്രമാണ് ഞങ്ങളുടെ മനസ്സിൽ വരുന്നത്. പാണ്ടിലോറി അതിന്റെ പാട്ടിന് പോകും, മസിൽ പിടിച്ചു നിന്ന തവളകൾ ലോറി ചക്രങ്ങൾക്കിടയിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞു പോവുകയും ചെയ്യും. സുവിശേഷത്തിന്റെ വ്യാപനത്തെ തടഞ്ഞു നിർത്താമെന്നുള്ളത് നിങ്ങളുടെയൊക്കെ വ്യാമോഹം മാത്രമാണ്. സുവിശേഷത്തിന്റെ കൊടിക്കൂറ ഇനിയും ഏറെ ഉയരത്തിൽ പാറി പറക്കുക തന്നെ ചെയ്യും. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കന്നിക്കൊയ്ത്ത് എന്ന കവിതയിൽ എനിക്കേറെ ഇഷ്ടമുള്ള ഒരു വരിയുണ്ട്.
ഹാ വിജിഗീഷു മൃത്യുവിന്നാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ. യഥാർത്ഥത്തിൽ ഈ വരി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ചൊല്ലാൻ കഴിയുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ പാപമോചനം പ്രാപിച്ച സ്വർഗാവകാശികളായി തീർന്ന മനുഷ്യർക്ക് മാത്രമാണ്. 1-ാം നൂറ്റാണ്ടിൽ പൗലോസ് അപ്പോസ്തലൻ മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന്. മരണത്തെ നോക്കി വെല്ലുവിളിച്ചുകൊണ്ട് അങ്ങനെ ചോദിക്കാൻ കഴിയുന്ന രീതിയിൽ മരണഭയം ഞങ്ങളിൽ നിന്ന് നീക്കിക്കളഞ്ഞ സുവിശേഷത്തിന്റെ കൊടിപ്പടം താഴ്ത്താൻ ഈ ലോകത്ത് ഇന്നുവരെ ഒരാൾക്ക് സാധിച്ചിട്ടില്ല, ഇനിയൊട്ട് സാധിക്കുകയുമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിനോട് എതിർത്ത് നിൽക്കുന്നതിന് പകരം സുവിശേഷത്തിന്റെ മുൻപാകെ നിങ്ങൾ കീഴടങ്ങിയാൽ മരണത്തെ ജയിക്കാൻ, മരണഭയത്തെ ജയിക്കാൻ, നരകഭീതിയെ ജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ദൈവത്തിന്റെ മുൻപാകെ നിങ്ങൾ മുട്ടുമടക്കാൻ തയ്യാറായാൽ ലോകത്ത് വേറെ ഒന്നിന്റെയും മുന്നിലും നിങ്ങൾക്ക് മുട്ടുമടക്കേണ്ടി വരില്ല. അതുകൊണ്ട് സുവിശേഷത്തിനോടുള്ള എതിർത്ത് നിൽപ്പ് നിങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കുക. അത് ഞങ്ങൾക്ക് വേണ്ടി പറയുന്നതല്ല, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ നന്മയെ കരുതി പറയുകയാണ്. മനസ്സിലായോ? യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ കർത്താവായി സ്വീകരിച്ച് ആത്മരക്ഷ പ്രാപിക്കുക, നിത്യനരകത്തിൽ നിന്ന് മോചനം പ്രാപിക്കുക. ഈ ബുദ്ധി ഉപദേശം സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ കർത്താവായ യേശുക്രിസ്തു നമ്മളെല്ലാവരെയും കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. ക്രിസ്തുവിനായി പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.